ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ മോട്ടിവേഷൻ മല്ലു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മളിൽ പലർക്കും ഹൃദയത്തിൽ തട്ടുന്ന ഒരു കഥയാണ്. കാരണം നമ്മളിൽ ഓരോരുത്തരും ഒരിക്കലെങ്കിലും ഇതുപോലെ ചിന്തിച്ചിട്ടുണ്ടാവും. എനിക്ക് അവനെപ്പോലെ ഭംഗിയുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് അവനെപ്പോലെ പണമുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് അവനെപ്പോലെ ഭാഗ്യമുണ്ടായിരുന്നെങ്കിൽ. ഇങ്ങനെയാണ് നാം പലപ്പോഴും നമ്മളുടെ കുറവുകളെ മാത്രം ചിന്തിച്ച് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്നതാണ് നാം. പക്ഷേ സത്യം എന്താണെന്നറിയാമോ? ജീവിതത്തിൽ എല്ലാം നമുക്ക് ലഭിക്കണമെന്നില്ല. പക്ഷേ ഓരോരുത്തർക്കും താങ്കളുടേതായ സ്വന്തം പ്രത്യേകതയുണ്ട്. അതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ കഥയുടെ അർത്ഥം. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഒരു ദിവസം ഒരു കാക്ക ആകാശത്തിലൂടെ പറന്നു പോവുകയായിരുന്നു. പറന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ താഴെ വെള്ളത്തിൽ നീന്തുന്ന ഒരു അരയന്നത്തെ കണ്ടു. വെളുപ്പും ഭംഗിയുമുള്ള ആ ജീവിയെ കണ്ട് കാക്ക വിസ്മയിച്ചുപോയി. അവൻ ചിന്തിച്ചു, വാവ്, എത്ര മനോഹരമായ ജീവിയാണത്! ഞാൻ ഇതുപോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അവൻ അരയന്നത്തിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, നീ എത്ര മനോഹരമായ ജീവിയാണ്! എനിക്ക് നിൻ്റെ പോലെ ഭംഗിയില്ല. നീ എത്ര ഭാഗ്യവതിയാണ്. അരയന്നം ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, അതെ, ഞാൻ മനോഹരി തന്നെയാകാം. പക്ഷേ ഞാൻ തത്തയെ കണ്ടതിന് ശേഷം എനിക്ക് എൻ്റെ ഭംഗി ചെറുതായി തോന്നിയിട്ടുണ്ട്. ഇത് കേട്ട കാക്ക വിചാരിച്ചു, ഒന്ന് തത്തയെ കൂടി കാണാം. അങ്ങനെ അവൻ തത്തയെ കാണാൻ പുറപ്പെട്ടു. ദിവസങ്ങൾ കഴിഞ്ഞു. ഒടുവിൽ അവൻ തത്തയെ കണ്ടുമുട്ടി. തത്തയുടെ നിറങ്ങളും ശബ്ദങ്ങളും കാക്ക കണ്ട് വിസ്മയിച്ചു. അവൻ പറഞ്ഞു, നീ അതിശയകരമായ ഒരു പക്ഷിയാണ്. എനിക്ക് നിൻ്റെ പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായേനെ. തത്ത ചിരിച്ചുകൊണ്ട് മറുപടി തിരിച്ചു പറഞ്ഞു, ഞാൻ ഒരിക്കൽ അങ്ങനെ തന്നെയായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ മയിലിനെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എനിക്കും കുറവുകളുണ്ട്. കാക്ക പിന്നെ വിചാരിച്ചു, ഒന്ന് മയിലിനെ കൂടി കണ്ടേ കളയാം. അങ്ങനെ അവൻ മയിലിനെ തേടിയുള്ള യാത്ര തുടങ്ങി. അവസാനം അവൻ മയിലിനെ കണ്ടെത്തി. ഒരു വലിയ പാർക്കിൽ ഒരു ഇരുമ്പ് കൂട്ടിനുള്ളിൽ അവൻ മയിലിനെ കണ്ടു. മയിലിൻ്റെ നിറവും പാലും കണ്ട് കാക്ക വിസ്മയിച്ചു പോയി. അവൻ പറഞ്ഞു, നീ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ജീവിയാണ്. എനിക്ക് നിൻ്റെ പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായേനെ. മയിൽ മന്ദഹസിച്ച് മറുപടി പറഞ്ഞു, അതെ, ഞാൻ ഭംഗിയുള്ളവനാണ്. പക്ഷേ ഈ ഭംഗിയാണ് എന്നെ ഈ കൂട്ടിനുള്ളിൽ അടച്ചിട്ടത്. എനിക്ക് പറക്കാനാവില്ല. എനിക്ക് സ്വതന്ത്രമില്ല. പക്ഷേ നിനക്ക് എവിടേക്കും പറക്കാം. ആരും നിന്നെ പിടിച്ചിട്ടിട്ടില്ല. നീയാണ് യഥാർത്ഥ ഭാഗ്യവാൻ. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു കാക്കയായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ എന്ന്. അപ്പോഴാണ് കാക്കയ്ക്ക് കാര്യം മനസ്സിലായത്. അവൻ മറ്റുള്ളവരെ നോക്കി സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർ അവനെ നോക്കി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ജീവിതം എല്ലാവരുടെയും വ്യത്യസ്തമാണ്. ഒരാളിന് ഭംഗിയുണ്ടായിരിക്കും, മറ്റൊരാളിന് കഴിവ്, മറ്റൊരാളിന് സ്വാതന്ത്ര്യം. പക്ഷേ പ്രധാനപ്പെട്ടത് നമുക്കുള്ളത് കൊണ്ട് എന്ത് ചെയ്യാമെന്നതാണ്. നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. നീ തന്നെയാണ് നിൻ്റെ ഏറ്റവും വലിയ ശക്തി. അതെ, ഇന്നു മുതൽ നിനക്ക് കുറവുകളെ നോക്കി സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. നിനക്ക് ഉള്ളതാണ് നിൻ്റെ മൂല്യം. മറ്റുള്ളവർ നിനക്ക് ഇല്ലാത്തത് കണ്ട് ഈർഷ്യപ്പെടാം. പക്ഷേ അവർ കാണാത്തത് നിനക്കുള്ള സ്വാതന്ത്ര്യ കഴിവുകളാണ്. സ്വയം വിശ്വസിക്കൂ, മുന്നോട്ട് പോകൂ. ബി മോട്ടിവേറ്റഡ്, ബി ഇൻസ്പയർഡ്. ഇറ്റ്സ് മീ മോട്ടിവേഷൻ മല്ലു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ, ബൈ.